ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇലച്ചെടികളുടെ ഒരു വീഡിയോയുമായിട്ടാണ്. ഈ ഫ്ലവറിങ് പ്ലാന്റ് ആവുമ്പോൾ പെട്ടെന്ന് തന്നെ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകുമ്പോൾ അതിൻ്റെ ഭംഗിയൊക്കെ നഷ്ടപ്പെടും ആ ചെടിയുടെ. അപ്പോൾ ഈ ഇലച്ചെടികളുടെ ഭംഗി അങ്ങനെ നഷ്ടപ്പെടില്ല. അപ്പോൾ കുറച്ചധികം ഇലച്ചെടികളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇത് സിങ്കോണിയം പ്ലാന്റ് ആണ്. സിങ്കോണിയത്തിൻ്റെ ആരോഹെഡ് പ്ലാന്റ് ആണ്. അരേഷി ഫാമിലിയാണ്. ഇത് സിങ്കോണിയത്തിൻ്റെ ഈ ഒരു വെറൈറ്റി ഞാൻ മുൻപ് ക്ലൈംബിംഗ് പ്ലാന്റിൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു നല്ലൊരു ക്ലൈംബിംഗ് പ്ലാന്റും കൂടിയാണ്. നമുക്കിങ്ങനെ ക്ലൈംബ് ചെയ്ത് പോവണ്ടെങ്കിൽ ഇതിൻ്റെ തലപ്പ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ പോട്ടിൽ ബുഷിയായിട്ട് നിൽക്കും. ഇതും നല്ലൊരു ഹൗസ് പ്ലാന്റ് ആണ്. ഡംകെയിൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിന് നല്ല വൈറ്റ് ഡോട്ടോട് കൂടിയിട്ടുള്ള നല്ലൊരു പ്ലാന്റ് ആണ്. കട്ടിയുള്ള തണ്ടുകളാണ്. പെറ്റ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. ഇത് ഒരു അല്പം പോയിസണസ് ആണ്. ഇത് വളരെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ പേര് ഫ്ലോറിഡ ബ്യൂട്ടി എന്നാണ്. ഡ്രസീന സർക്കുലേസ എന്നും ഇതിന് പേരുണ്ട്. ഇതിൻ്റെ തണ്ടിന് ചുറ്റിനും ഒരേപോലെ 4 ഇലകളാണ് വന്നിട്ടുള്ളത്. നല്ല ഒരു വൈറ്റ് ഡോട്ടോട് കൂടിയിട്ടുള്ള ഒരു ഗ്രീൻ ലീവ്സ് ആണ്. നല്ല ബുഷിയായിട്ട് പോട്ട് നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു ഹൗസ് പ്ലാന്റ് ആണ്. കണ്ടില്ലേ, നല്ല ഒരു കട്ടിങ്സ് മതിയാവും. നമുക്കിതുപോലെ വളർത്തിയെടുക്കുവാൻ പറ്റും. തണ്ടുകൾ വളരെ സെൻസിറ്റീവാണ്. എങ്കിലും നല്ല ഒരു ബ്യൂട്ടിഫുൾ പ്ലാന്റ് ആണിത്. നല്ല ലാസ്റ്റിംഗ് ഉള്ളൊരു പ്ലാന്റ് ആണ്. കൂടുതൽ കാലം നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ്. ഇത് ബാംബു വിഭാഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ പേര് ഡ്രസീന ഗോൾഡൻ മിൽക്കി എന്നാണ്. ഇതിൻ്റെ ലീവ്സ് കണ്ടില്ലേ, നല്ല ഗോൾഡ് കളറിലെ വൈറ്റ് ഡോട്ടോട് കൂടിയിട്ടുള്ള നല്ലൊരു പ്ലാന്റ് ആണ്. ഇത് നല്ലൊരു ഇൻഡോർ പ്ലാന്റും കൂടിയാണ് കേട്ടോ. പാർഷ്യൽ ഷെയ്ഡിലും നന്നായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ്. പ്രത്യേകിച്ച് കെയറിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ കട്ടിങ്സ് മാത്രം മതിയാവും. പുതിയ തൈ നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്നതാണ്. ഇതുപോലെ പോട്ട് നിറഞ്ഞു നിൽക്കും. നല്ല ചാണകപ്പൊടിയും അതുപോലുള്ള പൊട്ടി മിക്സൊക്കെ കൊടുത്താൽ മതിയാവും. അഗ്ലോണിമ പ്ലാന്റിൻ്റെ മറ്റൊരു വെറൈറ്റിയാണിത്. അഗ്ലോണിമ ഗ്രീൻ അയർലൻഡ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ്. ഇങ്ങനെ പോട്ട് നിറഞ്ഞു നിൽക്കുവാൻ പറ്റിയ നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലാന്റ് ആണ്. അതുപോലെ ഇത് ഇൻഡോറിലും സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ്. നല്ല വൈറ്റ് കളറോട് കൂടിയിട്ടുള്ള സെൻട്രൽ ഭാഗത്ത് നല്ല വൈറ്റ് കളറും പിന്നെ സൈഡിലൊക്കെ നല്ല ഗ്രീൻ കളറൊക്കെ വരുന്ന നല്ലൊരു പ്ലാന്റ് ആണിത്. ഇത് സിങ്കോണിയം റെഡ് ആണ്. ഇതും ഞാൻ ക്ലൈംബിംഗ് പ്ലാന്റിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതും നല്ലൊരു ക്ലൈംബിംഗ് പ്ലാന്റ് കൂടിയാണ്. നല്ല റെഡ് ലീവ്സൊക്കെയാണ് വരുന്നത്. പിന്നെ ഗ്രീനോട് കൂടിയിട്ടുള്ള നല്ല 2 കളറോട് കൂടിയിട്ടുള്ള ലീവ്സൊക്കെയാണ്. ഇതിൻ്റെ തലപ്പ് കട്ട് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ ബുഷിയായിട്ട് പോട്ടിൽ നിറഞ്ഞു നിൽക്കും. അല്ലാത്ത ഇതിങ്ങനെ പടർന്നു പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതും നല്ലൊരു ഹൗസ് പ്ലാന്റ് ആണ്. ഇത് ഗ്രാസ് വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ പേര് ലൊമാൻഡ്ര ലോങ്ങിഫോളിയ എന്നാണ്. നല്ലൊരു പ്ലാന്റ് ആണ്. ഇതുപോലെ ബുഷിയായിട്ട് തന്നെ നമ്മുടെ പോട്ടിൽ നിറഞ്ഞു നിൽക്കും. ഇത് പ്രത്യേകിച്ച് കെയറിംഗ് ഒന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് കൂടിയാണ്. ഈ പ്ലാന്റ് കണ്ടോ, ഇത് അഗ്ലോണിമ പ്ലാന്റിൻ്റെ ഒരു തായ്ലൻഡ് വെറൈറ്റിയാണ്. നല്ല സിൽവർ കളറിൽ നല്ല ലീഫോട് കൂടിയിട്ടുള്ള നല്ല കട്ടിയുള്ള ലീഫാണ്. ഇതും നല്ലൊരു ഇൻഡോർ പ്ലാന്റും കൂടിയാണ്. ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. പോട്ട് നിറഞ്ഞു നിൽക്കും. ഇത് ചുവട്ടിൽ നിന്ന് ചെറിയ തൈകൾ ഉണ്ടാവും. അത് നമുക്ക് മാറ്റി നടാവുന്നതാണ്. ഒരു മദർ പ്ലാന്റിൻ്റെ നല്ല കട്ടിയുള്ള തണ്ടോട് കൂടിയതായിരിക്കും. വേണമെങ്കിൽ അത് പൊട്ടിച്ചെടുത്ത് നമുക്ക് ഇത് പ്രൊപ്പഗേഷൻ ചെയ്യാവുന്നതാണ്. ഈ ഒരു പ്ലാന്റ് സിങ്കോണിയം ആഫ്രിക്കൻ എവർഗ്രീൻ എന്നറിയപ്പെടുന്ന ഒരു സിങ്കോണിയം വെറൈറ്റിയാണ്. കണ്ടില്ലേ, പോട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ്. നിറയെ ലീഫോട് കൂടിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ റൂട്ടിൻ്റെ ആ ഭാഗത്ത് നിന്ന് തന്നെ ലീഫുകൾ വരികയും അതിങ്ങനെ പോട്ട് നിറഞ്ഞ് നല്ല ഒരു ബുഷിയായിട്ട് നിൽക്കുകയും ചെയ്യും. ക്ലൈംബിംഗ് പ്ലാന്റായിട്ടും നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് പാർഷ്യൽ ഷെയ്ഡിലായാലും നന്നായിട്ട് തന്നെ വളരും. അതുപോലെ ഡയറക്റ്റ് സൺലൈറ്റ് ആയാലും ഒരു പ്രശ്നമില്ലാത്തൊരു പ്ലാന്റ് ആണ്. വർഷം മുഴുവനും കേടുകൂടാതെ നിൽക്കുന്ന പ്ലാന്റ് കൂടിയാണ്. ഇതും സിങ്കോണിയത്തിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ്. സിങ്കോണിയം വെൻഡ്ലാൻഡി എന്നാണ് ഇതറിയപ്പെടുന്നത്. മുൻപ് ഞാൻ ക്ലൈംബിംഗ് വീഡിയോസിൻ്റെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്ലാന്റ്. ഇത് നല്ലൊരു ക്ലൈംബിംഗ് പ്ലാന്റ് കൂടിയാണ്. ഇതിങ്ങനെ ബുഷിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കുവാൻ പറ്റും.
ഇത് കട്ട് ചെയ്ത് ഇത് ബുഷിയായിട്ട് നിലനിർത്തിയാൽ നമുക്ക് ഇതുപോലെ വളർത്തിയെടുക്കാൻ പറ്റും. ഇത് ഒരു ഇൻഡോർ പ്ലാന്റായിട്ടും ഔട്ട്ഡോറിലും നന്നായിട്ട് വളരുന്നൊരു പ്ലാന്റാണ്. യാതൊരു കേടുപാടുകളും സംഭവിക്കാതെ നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നൊരു പ്ലാന്റാണിത്. ഇതൊരു ഫിലോഡെൻഡ്രോൺ പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ പേര് ഫിലോഡെൻഡ്രോൺ പെയിൻറ്റഡ് ലേഡി എന്നാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ റൂട്ടിൻ്റെ അടിയിൽ ഒരു കിഴങ്ങ് മാതിരി ഉണ്ടാവും. ചെറിയ റെഡ് ലീഫാണ് വരുന്നത്. പിന്നെ ഇത് ഗ്രീനായിട്ട് മാറും. ഒരു പേർപ്പിൾ കളറാണ് ഇതിൻ്റെ അടിവശം വരുന്നത്. നല്ലൊരു പ്ലാന്റാണ്. ഇതിൻ്റെ ചുവട്ടിൽ നല്ല തൈകൾ ഉണ്ടാവും. ഫ്രണ്ട്സ്, അപ്പോൾ ഇത് സാൻസെവേരിയ പ്ലാന്റ് ആണ്, നമ്മുടെ സ്നേക്ക് പ്ലാന്റ്. സ്നേക്ക് പ്ലാന്റ് ധാരാളം വെറൈറ്റീസ് ഉണ്ട്. എൻ്റെ കയ്യിലും 3-4 വെറൈറ്റീസ് ഉണ്ട്. അതിലൊന്ന് മാത്രമേ ഞാൻ ഇതിൽ കാണിക്കുന്നുള്ളൂ. ഇത് നമുക്ക് ഇൻഡോറിലും സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ്. ആഫ്രിക്കൻ വംശജനായിട്ടുള്ള ഒരു പ്ലാന്റ് ആണിത്. ഇതിന് പ്രത്യേകിച്ച് ഹൈറ്റിൽ വളരില്ല. മറ്റുള്ള സ്നേക്ക് പ്ലാന്റ് പോലെ ഹൈറ്റിൽ വളരില്ല. ഇത് ബുഷിയായിട്ട് ഇങ്ങനെ നിൽക്കും. ഇത് അരേലിയ പ്ലാന്റ് ആണ്. അരേലിയ വെരിഗേറ്റഡ് ആണിത്. ഇത് ട്രെൻഡിങ് ആണ്. ഇപ്പോൾ മിക്ക തോട്ടങ്ങളിലും കാണാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ്. ഇതുപോലെ ഒരു കട്ടിങ്സ് മതി നമുക്ക് ഇത് വളർത്തിയെടുക്കാം. പോട്ട് നിറഞ്ഞ് വളർത്തിയെടുക്കാം. മഴക്കാലത്താണ് ഇതിൻ്റെ ഗ്രോത്ത് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. ഇതിൻ്റെ വീഡിയോ മുൻപ് ഞാൻ ചെയ്തിട്ടുണ്ട്. ധാരാളം വെറൈറ്റീസ് ഉള്ള ഒരു പ്ലാന്റ് ആണ് അരേലിയ. ഇത് കലാത്തിയ വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. ഇതിന് കുഞ്ഞു പൂക്കളും വരും. എങ്കിലും ഇലകൾക്കാണ് പ്രാധാന്യം. നല്ലൊരു പാറ്റേൺ ആണ്, കണ്ടില്ലേ? നല്ലൊരു പാറ്റേൺ ആണ്. അതുപോലെ തണ്ടിന് വലിയ ഒരു വലിപ്പം ഉണ്ടാവില്ല. അത്രത്തോളം ഹൈറ്റിൽ വളരില്ല. ഇതിങ്ങനെ ബുഷിയായിട്ട് ഇങ്ങനെ പോട്ട് നിറഞ്ഞ് നിൽക്കും. അതുപോലെ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നൊരു പ്ലാന്റാണ്. കൂടുതൽ കാലം നിലനിൽക്കുന്ന ഒരു പ്ലാന്റാണ് കലാത്തിയ. ഇതും കലാത്തിയയുടെ മറ്റൊരു വെറൈറ്റിയാണ്. ലീഫിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അല്പം നീളം കൂടിയ ലീഫാണ്. നല്ല കട്ടിയോട് കൂടിയിട്ടുള്ള ലീഫാണ്. നിറയെ തൈകൾ ഇങ്ങനെ പോട്ട് നിറഞ്ഞ് നിൽക്കും. ഒരു തൈയിൽ നിന്ന് തന്നെ ഇലകൾ വന്നിട്ട് അതുപോലെ തന്നെ ധാരാളം തൈകളും വന്നിട്ട് ഇങ്ങനെ പോട്ട് നിറഞ്ഞ് നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും ആയിട്ടുള്ള ഒരു പ്ലാന്റാണിത്. ഇതും അത്രത്തോളം ഹൈറ്റിൽ വളരാത്ത ഒരു പ്ലാന്റാണ്. ഇതും കൂടുതൽ കാലം ഒരു കുഴപ്പവുമില്ലാതെ നിലനിൽക്കും. ഇത് അഗ്ലോണിമയുടെ മറ്റൊരു വെറൈറ്റിയാണ്. വൈറ്റ് തണ്ടുകളോട് കൂടിയിട്ടുള്ള ഒരു വെറൈറ്റി. ഇതും ഒരു കേടുപാടും സംഭവിക്കാതെ നല്ല ഒരു ഫ്രഷായിട്ട് എപ്പോഴും നിൽക്കുന്ന പ്ലാന്റാണ്. ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് പൊട്ടിച്ചെടുത്ത് നമുക്ക് തൈ നട്ട് പിടിപ്പിക്കാവുന്നതാണ്. ധാരാളം ശാഖകൾ വരുന്ന ഒരു പ്ലാന്റാണിത്. അതുപോലെ തൈകളും വരും. ചുവട്ടിൽ നിന്ന് തൈകൾ ഉണ്ടാവും. അതും നമുക്ക് പൊട്ടിച്ചെടുത്ത് പുതിയ തൈ വളർത്തിയെടുക്കുവാൻ പറ്റും. ഒരു വൈറ്റ് തണ്ടാണിതിന്. മറ്റുള്ള അഗ്ലോണിമയ്ക്ക് പല വ്യത്യാസങ്ങളുണ്ട്. അതുപോലെ ഇതിനും നല്ല ഒരു വൈറ്റ് കളറാണ് തണ്ടിനുള്ളത്. ഇത് ചട്ടിയിലല്ലാതെ വേണമെങ്കിൽ നമുക്ക് വെറും മണ്ണിലും വളർത്തിയെടുക്കാൻ പറ്റും. ഇത് അഗ്ലോണിമയുടെ സിൽവർ കിങ് വെറൈറ്റിയാണ്. ഇതും പോട്ട് നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു ലീഫ് പ്ലാന്റ് ആണ്. ഏതൊരു സീസൺ ആയാലും യാതൊരു കേടുപാടുകളും സംഭവിക്കാതെ പോട്ടിലാണെങ്കിലും നിലത്താണെങ്കിലും നന്നായി വളരും. ഇത് അഗ്ലോണിമയുടെ സിൽവർ ക്യൂൻ എന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ ലീഫിന് നല്ല നീളം കൂടിയതാണ്. അതുപോലെ ഇതിൻ്റെ സിൽവർ ലൈൻസാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് വെറും മണ്ണിലും നന്നായിട്ട് വളരുന്നതാണ്. പോട്ടിലും അതുപോലെ നന്നായിട്ട് വളരും. ഇത് നമ്മുടെ അഗ്ലോണിമയുടെ പിങ്ക് ഡോട്ട് എന്ന വെറൈറ്റിയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെറൈറ്റി. ഇൻഡോറിലും സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണിത്. ചെറിയ ഫ്ലവേഴ്സ് ഉണ്ടാവും. നല്ല ലീഫോട് കൂടിയിട്ടുള്ള പ്ലാന്റാണ്. ഇതിൽ ചുവട്ടിൽ നിന്ന് തൈകൾ ഉണ്ടാവും. അത് പൊട്ടിച്ചെടുത്ത് നമുക്ക് വളർത്തിയെടുക്കുവാൻ പറ്റും. ഇതും ഒരു കേടുപാടും സംഭവിക്കാത്ത നല്ല ഒരു വെറൈറ്റി പ്ലാന്റാണ്. നമ്മുടെ അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക്കും നല്ലൊരു പ്ലാന്റാണ്. ഇത് ഇൻഡോർ പ്ലാന്റായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റാണ്. നല്ലൊരു റെഡ് കളറും ഗ്രീൻ കളറും ഒക്കെ ആയിട്ട് ഗ്ലേസിങ്ങോട് കൂടിയിട്ടുള്ള ലീഫാണ്. അപ്പോൾ നല്ല ഒരു വെറൈറ്റിയാണ്. ഇത് നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. ഇതിന് കെയറിങ് അല്പം കൂടുതൽ വേണമെങ്കിലും സൺലൈറ്റ് ഉള്ള ഭാഗത്ത് വെച്ചാലാണ് പെർഫെക്റ്റ് കളറ് കിട്ടുന്നത്. ഇതൊക്കെ നമുക്ക് വെളിച്ചമുള്ള ഭാഗത്തോട്ട് മാറ്റി വയ്ക്കാം.
ഇത് ഫിറ്റോണിയ നെർവ് പ്ലാന്റ് ആണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇത് ചെറുതാണ്, ഒരിക്കൽ നശിച്ചു പോയി, പിന്നെ ഇത് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. വീഡിയോ വല്ലാതെ ലെങ്ത് ആയിപ്പോയി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ ഇനാബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത്. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.